സെപ്റ്റംബർ മാസത്തിൽ വരാൻ പോകുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കിൻ്റെയും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന കോർ ഇൻഫ്ലേഷൻ ഡേറ്റയുടെയും പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റയുടെയും പിൻബലത്തിൽ തുടർച്ചയായ അഞ്ചാമത്തെ ദിവസവും അമേരിക്കൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകി. നാസ്ഡാക്ക് 0.65%, S&P 0.54%, ഡോ ജോൺസ് ഫ്ലാറ്റ് പോസിറ്റീവ് ക്ലോസിംഗുമാണ് നൽകിയത്. യൂറോപ്യൻ മാർക്കറ്റും കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയിരുന്നു. ഡാക്സ് 1%, CSE 0.40%, ഫഡ്സെ 0.39% ഉയർന്നു. ഇന്ന് ഏഷ്യൻ മാർക്കറ്റിലും ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് കാണാനാണ് സാധ്യത. വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ ഇൻഡെക്സ് 32 പോയിന്റ് ഇടിഞ്ഞ് 25,356 ക്ലോസിംഗ് നൽകി. അതേസമയം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് സൈഡിലായിരുന്നു. FIS 2,364 കോടിയുടെ ബൈയിങ് നടത്തിയപ്പോൾ DIS 2,532 കോടിയുടെ ബൈയിങ് ആണ് നടത്തിയത്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ഡിക്സൺ ടെക്നോളജി ഇന്ത്യ ലിമിറ്റഡ്. ഡിക്സൺ ടെക്നോളജി പ്രമുഖ IT മാനുഫാക്ചറിംഗ് കമ്പനിയായ അസസ് എന്ന കമ്പനിയുമായി ചേർന്ന് IT പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇത് ഡിക്സൺ ടെക്നോളജിയെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. സാഗിൾ പ്രീപെയ്ഡ് ഓഷൻ സർവീസ് ലിമിറ്റഡ് എന്ന കമ്പനി ബിസിനസ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഫൗണ്ടർ ലിങ്ക് ടെക് എന്ന കമ്പനിയുമായി പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചു. ട്രൈഡൻ്റ് എന്ന കമ്പനി സിംഗപ്പൂരിലെ ഗ്ലോബൽ മാർക്കറ്റിൽ പുതിയൊരു യൂണിറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ട്രൈഡൻറ്റിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. HEG എന്ന കമ്പനി അതിൻ്റെ പോർട്ട്ഫോളിയോ എക്സ്പാൻഷൻ്റെ ഭാഗമായി 250 കോടി രൂപയുടെ കാപ്പെക്സ് നടത്താൻ തീരുമാനിച്ചു. റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റിൽ നിന്നും ശ്രദ്ധിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് JSW എനർജി. JSW എനർജിയുടെ 100% സ്റ്റെപ്പ് ഡൗൺ സബ്സിഡറി കമ്പനിയായ JSW റിന്യൂ എനർജി 2 ലിമിറ്റഡ് എന്ന കമ്പനി തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ 300 മെഗാവാട്ട് ശേഷിയുള്ള വിൻഡ് പവർ പ്ലാന്റ് കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിലെ 480 മെഗാവാട്ട് ഇൻട്രസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിന് വേണ്ടിയായിരിക്കും JSW എനർജിയുടെ സബ്സിഡറി കമ്പനിയായ JSW റിന്യൂ എനർജി 2 ലിമിറ്റഡ് എന്ന കമ്പനി വിൻഡ് എനർജി ജനറേറ്റ് ചെയ്യുക. മറ്റൊരു സ്റ്റോക്ക് അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ്. അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ലിമിറ്റഡുമായി ലോങ് ടൈം പവർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഏകദേശം 5 ജിഗാവാട്ട് സോളാർ പവർ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഓർഡറാണ് അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ലഭിച്ചത്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ റിന്യൂവബിൾ എനർജി പാർക്കിൽ നിന്നുമായിരിക്കും ഈ എനർജി സപ്ലൈ ചെയ്യുക. അദാനി പവർ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ലിമിറ്റഡുമായി ചേർന്ന് 1496 മെഗാവാട്ട് തെർമൽ എനർജി സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഓർഡർ അദാനി പവർ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. 1600 മെഗാവാട്ട് ശേഷിയുള്ള അൾട്രാ സൂപ്പർ ക്രിട്ടിക്കൽ തെർമൽ പവർ പ്രോജക്റ്റിൽ നിന്നായിരിക്കും അദാനി പവർ ലിമിറ്റഡ് എന്ന കമ്പനി മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ലിമിറ്റഡിന് എനർജി നൽകുക. EH എന്ന ഹോട്ടൽ സെക്ടറിലെ സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. കഴിഞ്ഞ ദിവസം നടന്ന EHൻ്റെ ബോർഡ് ഓഫ് മീറ്റിംഗിൽ കമ്പനിയുടെ ഫ്യൂച്ചർ ബിസിനസ് പ്ലാനിനെ കുറിച്ചുള്ള ഔട്ട്ലുക്ക് പുറത്തു വന്നിട്ടുണ്ട്. 1.81 ലക്ഷം സ്ക്വയർ ഫീറ്റുള്ള ഒരു ഹോട്ടൽ സമുച്ചയം നിർമ്മിക്കാനും അതോടൊപ്പം തന്നെ റീറ്റെയിൽ, ഫുഡ്, ബിവറേജ് ഔട്ട്ലെറ്റ്സ് ഉൾപ്പെടെയുള്ള ഒരു കൊമേഴ്സ്യൽ ഡെവലപ്മെൻറ്റ് ഏരിയ സെറ്റപ്പ് ചെയ്യാനും കമ്പനി ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്യുന്നു. പൂനെയിലായിരിക്കും ഈ പ്രൊജക്റ്റ് വരിക. 972 കോടി രൂപയുടെ പ്രൊജക്റ്റായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത്. അവന്യൂ സൂപ്പർ മാർട്ട് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. അവന്യൂ സൂപ്പർ മാർട്ട് മധ്യപ്രദേശിലെ സാഗറിൽ പുതിയ ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്തു. ഇതുവഴി അവന്യൂ സൂപ്പർ മാർട്ടിൻ്റെ ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 376. ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള 3 സ്റ്റോക്കുകളെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഒന്ന് GMR എയർപോർട്ട്. GMR എയർപോർട്ട് വഴിയുള്ള പാസഞ്ചർ ട്രാഫിക് 9% ഇയർ ഓൺ ഇയറിലും 0.1% മന്ത് ടു മന്തും ഉയർന്നിട്ടുണ്ട്. ഡൊമസ്റ്റിക് പാസഞ്ചർ ട്രാഫിക് 7.4% ഇയർ ഓൺ ഇയറിൽ ഉയർന്നു. ഇൻഡിഗോ എന്ന കമ്പനിയുടെ ഏവിയേഷൻ സെക്ടറിലെ മാർക്കറ്റ് ഷെയർ 62% നിന്നും 62.4% ഉയർന്നിട്ടുണ്ട്. അതേസമയം സ്പൈസ് ജെറ്റിൻ്റെ മാർക്കറ്റ് ഷെയർ 3.1% നിന്നും 2.1% ഇടിയുകയും ചെയ്തു. 2022 ഫെബ്രുവരി മാസത്തിൽ സ്പൈസ് ജെറ്റിൻ്റെ മാർക്കറ്റ് ഷെയർ 10.7% ആയിരുന്നു. അവിടെ നിന്ന് മാർക്കറ്റ് ഷെയർ ഇപ്പോൾ 2.3% ഇടിഞ്ഞു. എക്സൈഡ് ഇൻഡസ്ട്രീസിൻ്റെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയായ എക്സൈഡ് എനർജി സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ എക്സൈഡ് ഇൻഡസ്ട്രീസ് റൈറ്റ് ഇഷ്യൂ വഴി 100 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി.
എക്സൈഡ് എനർജി സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ ഇതുവരെ എക്സൈഡ് ഇൻഡസ്ട്രീസ് 2752 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് നടത്തിയിരിക്കുന്നത്. സൊമാറ്റോ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. സൊമാറ്റോ എന്ന കമ്പനിയിൽ നിന്നും GST ഇനത്തിൽ വെസ്റ്റ് ബംഗാൾ 5.6 കോടി രൂപയുടെ 5.6 കോടി രൂപ ഡിമാൻഡ് ചെയ്തിരുന്നു. തുടക്കത്തിൽ ഈ തുക പേ ചെയ്യാൻ കമ്പനി തീരുമാനിച്ചെങ്കിലും ഇപ്പോൾ കമ്പനി തീരുമാനം മാറ്റി ഇതിനെ കോർട്ടിൽ ചലഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സൊമാറ്റോ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. കൂടാതെ മറ്റൊരു സ്റ്റോക്ക് തെർമക്സ് ആണ്. തെർമക്സ് എന്ന കമ്പനിയുടെ 2 സബ്സിഡറി കമ്പനികളായ തെർമക്സ് ബാക്കോക്ക്, തെർമക്സ് വിൽകോക്സ് എനർജി ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികൾക്ക് സർക്കുലേറ്റിംഗ് ഫ്ലൂയിഡൈസ്ഡ് ബെഡ് കമ്പസ്റ്റൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി 516 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്